ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US പങ്കാളിത്തവും സഹകരണവും മികച്ച ലോകത്തെ രൂപപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുമായി ഊർജ്ജ സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം. സംസ്ഥാന നിയമസഭ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് 3 മരണം, 7 പേരുടെ നില ഗുരുതരം. അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കശ്മീരിലെ പുൽവാമയിൽ 40 CRPF സേനാംഗങ്ങൾ രക്തസാക്ഷിത്വം വരിച്ചിട്ട് ഇന്ന് 6 വർഷം. 38ാമത് ദേശീയ ഗെയിംസിന്റെ സമാപന സമ്മേളനം ഇന്ന്. സർവീസസ് 1ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ഇന്ത്യയും US തമ്മിലുള്ള പങ്കാളിത്തവും സഹകരണവും മികച്ച ലോകത്തെ രൂപപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈറ്റ് ഹൌസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയും US $5000 കോടി ഉഭയകക്ഷി വ്യാപാരം ലക്ഷ്യമിടുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ചരിത്രപരമായ വിജയത്തിന് പ്രസിഡന്റ് ട്രംപിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. भारत की जनता ने 60 साल के बाद किसी प्रधानमंत्री को तीसरी बार लगातार देश की सेवा करने का अवसर दिया है और मेरे लिए खुशी की बात है कि मुझे इस कार्यकाल में राष्ट्रपति ट्रंप के साथ फिर एक बार कार्य करने का अवसर मिला है. मैं कह सकता हूं कि राष्ट्रपति ट्रंप के पहले 4 वर्ष का मेरा जो अनुभव था, जो गर्मजोशी, जो उत्साह था, जो विश्वास था, वही गर्मजोशी, वही उत्साह, वही विश्वास के साथ हम फिर एक बार साथ मिलकर के आगे बढ़ेंगे. ഇത് യുദ്ധത്തിന്റെ യുഗമല്ല. നയതന്ത്രത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. റഷ്യ-യുക്രൈൻ വിഷയത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രസിഡന്റ് ട്രംപ് മുൻകൈയെടുത്തതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. ഈ വിഷയത്തിൽ ഇന്ത്യ നിഷ്പക്ഷ രാജ്യമാണെന്ന് ലോകം കരുതുന്നു. എന്നാൽ ഇന്ത്യ നിഷ്പക്ഷമല്ല, മറിച്ച് സമാധാനത്തിന്റെ പക്ഷത്താണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയും US തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം തുടരുന്നതിലുള്ള പ്രതിബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ദീർഘകാലമായുള്ള സൌഹൃദമാണുള്ളതെന്നും ശ്രീ മോദി മികച്ച നേതാവാണെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇന്ത്യയുമായി ഊർജ്ജ സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച കരാർ പ്രഖ്യാപിച്ച ട്രംപ് ഇന്ത്യയ്ക്ക് എണ്ണയും പ്രകൃതിവാതകവും നൽകുന്ന മുൻനിര വിതരണക്കാരാകുക എന്നതാണ് ലക്ഷ്യമെന്നും പറഞ്ഞു. The Prime Minister and I also reached an important agreement on energy that will restore the United States as a leading supplier of oil and gas to India. It will be hopefully their number 1 supplier in the groundbreaking development for US nuclear industry. India is also reforming its laws to welcome US nuclear technology, which is at the highest level, into the Indian market. ഡൊണാൾഡ് ട്രംപ് 2ാമത് പ്രസിഡന്റായ ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ US സന്ദർശനമാണിത്. അമേരിക്ക സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വാൾട്സുമായി കൂടിക്കാഴ്ച നടത്തി. നിർമ്മിത ബുദ്ധി, അർദ്ധചാലകം, ബഹിരാകാശം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളുടെയും സഹകരണത്തിന് ശക്തമായ സാധ്യതകളുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അമേരിക്ക എല്ലായ്പ്പോഴും ഇന്ത്യയുടെ മികച്ച സുഹൃത്തായിരിക്കുമെന്ന് വാൾട്സ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ അമേരിക്കൻ സംരംഭകനും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവുമായ വിവേക് രാമസ്വാമിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. മുഖ്യമന്ത്രി N ബീരേൻ സിംഗ് രാജിവെച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. മണിപ്പൂർ ഗവർണറിൽ നിന്ന് രാഷ്ട്രപതിക്ക് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ പറയുന്നു. സംസ്ഥാന നിയമസഭ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് കർണാടക സന്ദർശിക്കും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് സംഘടിപ്പിക്കുന്ന 10ാമത് അന്താരാഷ്ട്ര വനിതാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ശ്രീമതി മുർമു പങ്കെടുക്കും. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ പാദം പൂർത്തിയാക്കി പാർലമെന്റിന്റെ സഭകളും ഇന്നലെ പിരിഞ്ഞു. അടുത്ത മാസം 10-ന് സഭ വീണ്ടും ചേരും. ആദായ നികുതി ബിൽ 2025 ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കാനും ഭേദഗതി ചെയ്യാനും ലക്ഷ്യമിടുന്നതാണ് ബിൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ 3 മരണം. വടകര സ്വദേശി രാജൻ, കുറവങ്ങാട് സ്വദേശികളായ അമ്മുക്കുട്ടി, ലീല എന്നിവരാണ് മരിച്ചത്. 30ഓളം പേർക്ക് പരിക്കേറ്റു. 7 പേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. കുറവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിന് എത്തിച്ച ആനകളിൽ ഒന്ന് മറ്റൊന്നിനെ കുത്തുകയായിരുന്നു. ആനകളെ പിന്നീട് തളച്ചു. സംഭവത്തിൽ മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. അടിയന്തര റിപ്പോർട്ട് നൽകാൻ മന്ത്രി AK ശശീന്ദ്രൻ ജില്ലാ കളക്ടർക്കും ഉത്തരമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്കും നിർദ്ദേശം നൽകി. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രത്യേക ക്രമീകരണം ഒരുക്കിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കൊയിലാണ്ടി നഗരസഭയിലെ 9 വാർഡുകളിൽ ഇന്ന് ഹർത്താലിന് ആഹ്വാനമുണ്ട്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ സർവേ 3ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കൊല്ലം ചിറക്കരയിൽ മന്ത്രി K രാജൻ നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. കേരളത്തെ കൃത്യതയോടെ ശാസ്ത്രീയമായി അളക്കുന്നതിനും ഭാവി കേരളത്തിന്റെ വികസന ആവശ്യങ്ങൾക്കായി ഭൂവിവരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുമായി ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങളിൽ ഗണ്യമായ പുരോഗതിയാണ് ഇതിനകം കൈവരിച്ചത്. 2 ഘട്ടം പൂർത്തിയായ ഡിജിറ്റൽ റീസർവേയിൽ ഇതുവരെ 6 ലക്ഷം ഹെക്ടർ ഭൂമിയിലധികം അളന്നു കഴിഞ്ഞു. 1ാം ഘട്ടത്തിൽ സർവേ ആരംഭിച്ച 200 വില്ലേജുകളിലെയും 2ാം ഘട്ടത്തിൽ സർവേ ആരംഭിച്ച 203 വില്ലേജുകളിൽ 47 വില്ലേജുകളിലും സർവേ പൂർത്തീകരിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ വേഗത്തിലാക്കി കേരള നിയമസഭ ഇന്നലെ പിരിഞ്ഞു. അടുത്ത മാസം 3-ന് സഭ വീണ്ടും സമ്മേളിക്കും. 38ാമത് ദേശീയ ഗെയിംസ് സമാപന സമ്മേളനം ഇന്ന് ഡെറാഡൂണിലെ ഹൽദ്വാനി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. അടുത്ത ദേശീയ ഗെയിംസിന് ആതിഥ്യം വഹിക്കുന്ന മേഘാലയ ഗെയിംസിന്റെ പതാക ഏറ്റുവാങ്ങും. മത്സര ഇനങ്ങൾ ഇന്നലെ സമാപിച്ചപ്പോൾ സർവീസസ് ആണ് 1ാം സ്ഥാനത്ത്. 14ാം സ്ഥാനത്താണ് കേരളം. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിന്റെ 3ാം സീസണ് ഇന്ന് ഗുജറാത്തിലെ വഡോദരയിൽ തുടക്കം. ഇന്ന് രാത്രി 7:30-ന് ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ജംഷഡ്പൂരിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തി. ഇന്ന് ഒഡീഷ ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30-ന് ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. കശ്മീരിലെ പുൽവാമയിൽ 40 CRPF സേനാംഗങ്ങൾ രക്തസാക്ഷിത്വം വരിച്ചിട്ട് ഇന്ന് 6 വർഷം. 2019-ൽ ഇതേ ദിവസമാണ് ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ ഭീകരാക്രമണത്തിൽ സൈനികർ വീരമൃത്യു വരിച്ചത്. ഡൽഹിയിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ ഇന്ന് അനുസ്മരണ ചടങ്ങുകൾ നടക്കും. ബംഗളൂരുവിൽ നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ എയ്റോ ഷോയായ എയ്റോ ഇന്ത്യയുടെ 15ാമത് പതിപ്പിന് ഇന്ന് സമാപനം. ബംഗളൂരുവിൽ യലഹങ്കയിലെ വ്യോമതാവളത്തിലായിരുന്നു പ്രദർശനം. പെൻഷൻകാരുടെ പരാതികൾക്ക് പരിഹാരം ഉറപ്പാക്കി അതിലൂടെ അവരുടെ ജീവിതം സുഗമമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ 12ാമത് അഖിലേന്ത്യാ പെൻഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പെൻഷൻകാരുമായും മന്ത്രി സംവദിച്ചു. വിവിധ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും കീഴിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന പരാതികൾ പരിഹരിക്കുന്നതിനാണ് പെൻഷൻ അദാലത്ത് സംഘടിപ്പിച്ചത്. ജമ്മുകശ്മീർ മേഖലയിൽ ദേശീയപാതകളുടെ വികസനത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി കഴിഞ്ഞ 5 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ 29,000 കോടി രൂപയിലധികം ചെലവഴിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. 1000 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള റോഡുകൾ നിർമ്മിച്ചതായും അദ്ദേഹം പാർലമെന്റിൽ അറിയിച്ചു. മെഡിക്കൽ ബയോകെമിസ്ട്രി രംഗത്തെ പ്രമുഖ ശാസ്ത്രജ്ഞനും അധ്യാപകനും നൊബേൽ പുരസ്കാര ജൂറി അംഗവുമായിരുന്ന ചെങ്ങന്നൂർ ഇടവൂർ മഠത്തിൽ ഡോക്ടർ മാധവ ഭട്ടതിരി അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ഏറെക്കാലമായി തിരുവനന്തപുരം പൈപ്പിൻമൂടായിരുന്നു താമസം. 1985-ലെ കെമിസ്ട്രി നൊബേൽ സമ്മാന ജേതാവിനെ നിശ്ചയിക്കാനുള്ള 5-അംഗ ജൂറിയിൽ അംഗമായിരുന്നു. പ്രയാഗ്രാജിൽ നിന്നുള്ള കുംഭവാണിയുടെ പ്രക്ഷേപണം കൃത്യവും വിശ്വസനീയവുമായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് പ്രസാർ ഭാരതി ചെയർമാൻ നവനീത് സെഹ്വാൾ പറഞ്ഞു. കുംഭമേളയിലെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയ ശേഷം കുംഭവാണി റേഡിയോ സ്റ്റേഷനിലെ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. അമൃത് പദ്ധതിയിൽ കേരളത്തിന് 124.25 കോടി രൂപ കൂടി ലഭ്യമായതായി മന്ത്രി MB രാജേഷ്. മൂലധന നിക്ഷേപത്തിനായുള്ള പ്രത്യേക പ്രോത്സാഹനമായാണ് തുക അനുവദിച്ചത്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി വനാതിർത്തി പ്രദേശങ്ങളിലും സംഘർഷം കൂടുതലുള്ള ഹോട്ട്സ്പോട്ടുകളിലും ഡ്രോൺ നിരീക്ഷണം തീവ്രമാക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ-US പങ്കാളിത്തവും സഹകരണവും മികച്ച ലോകത്തെ രൂപപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുമായി ഊർജ്ജ സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നിയമസഭ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് 3 മരണം, 7 പേരുടെ നില ഗുരുതരം. അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കശ്മീരിലെ പുൽവാമയിൽ 40 CRPF സേനാംഗങ്ങൾ രക്തസാക്ഷിത്വം വരിച്ചിട്ട് ഇന്ന് 6 വർഷം. 38ാമത് ദേശീയ ഗെയിംസിന്റെ സമാപന സമ്മേളനം ഇന്ന്. സർവീസസ് 1ാം സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.